ശുശ്രൂഷകൾക്കെല്ലാം ഒരു അടുക്കും ചിട്ടയും ഇതുമൂലമുണ്ടായി. ജെയിംസ് പീടികമലയിൽ ഒരു പാട്ടുകാരനാകാൻ ആഗ്രഹിച്ചയാളായിരുന്നു. പക്ഷേ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ സംഗീതം പഠിക്കാനോ സംഗീത ഉപകരണങ്ങൾ വാങ്ങാനോ കഴിഞ്ഞില്ല. 1980 സഹോദരൻ രാജൻ്റെ ഒപ്പം ഗിത്താർ പഠിച്ചു. പിന്നീട് സ്വന്തമായി ഹാർമോണിയം വാങ്ങി. ആ ഹാർമോണിയം സൈക്കിളിന് പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് സമീപപ്രദേശമായ വാളക്കുഴിയിൽ പരസ്യയോഗത്തിനായി കൊണ്ടുപോയി. ഇതാണ് സയോൺ സിംഗേഴ്സിൻ്റെ ആദ്യ പരിപാടി. ക്രിസ്തീയ സംഗീതം ഒരു ശുശ്രൂഷയായി കാണുന്ന ജെയിംസിൻ്റെ ആദ്യകാലത്തെ ട്രൂപ്പിലുണ്ടായിരുന്നവരെല്ലാവരും തന്നെ പാസ്റ്റർമാരായിരുന്നു. 1991 ജെയിംസ് ലിനിയെ വിവാഹം കഴിച്ചതോടെ സയൺ സിംഗേഴ്സിൽ സ്ഥിരമായി ഒരു ഫീമെയിൽ വോയിസ് വന്നു തുടങ്ങി. ലിനി അനുഗ്രഹീതയായ ഒരു ഗായികയാണ്. അക്കാലത്ത് പരിപാടികളിൽ ലിനി പാടിയിരുന്ന എന്നേശുവല്ലാതില്ലെനിക്കൊരാശ്രയം വേറെ എന്ന ഗാനം കേൾക്കുമ്പോൾ ദൈവാശ്രയത്വത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇമ്പകരമായിരുന്നു ആ ഗാനം. ഇവർക്ക് 2 കുട്ടികൾ, ജോയലും ഏഞ്ചലും. ഏഞ്ചൽ പാട്ടുകാരിയായിരുന്നു. ജെയിംസ് പീടികമലയിലും ലിനി ജെയിംസും സയോൺ സിംഗേഴ്സും ആത്മീയ ഗോളത്തിൽ ശക്തമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇവരുടെ കാസറ്റുകൾ കേട്ടുപഠിച്ച ഒരു തലമുറയുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ മറവിയുടെ കൂമ്പാരത്തിൽ ഏൽപ്പിക്കാൻ ക്രൈസ്തവ സമൂഹത്തിനാവില്ല.